ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ദീപം തെളിയിച്ച് വെച്ചിരിക്കുന്ന കാണിച്ചത് മനസ്സിലായി കാണും. ഇത് നമ്മുടെ ഏറ്റുമാനൂർ അമ്പലമാണ്. അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ വരുമ്പോഴത്തേനും അവിടുത്തെ ഉത്സവം തീർന്ന് നാരാട്ടിൻ്റെ ദിവസമാണ്. ഞങ്ങൾ വ്യാഴാഴ്ച പോയ ദിവസത്തെയാണ് കേട്ടോ. അതിന് എഡിറ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ വന്നപ്പം കുറച്ച് ലേറ്റ് ആയതാണ്. അപ്പോൾ ഞങ്ങളൊരു 5:45 ആയപ്പോഴാണ് അവിടെ ചെന്നത്. അപ്പോൾ നമ്മുടെ പുറത്ത് എഴുന്നള്ളിപ്പിൻ്റെ സമയമായിരുന്നു. അങ്ങനെ ഞങ്ങളും പ്രദക്ഷിണത്തിനൊക്കെ കൂടി മനസ്സറിഞ്ഞ് നല്ല ശാന്തമായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോരാൻ പറ്റി. അപ്പോൾ ഇത് ഭയങ്കര സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് സ്പീഡിലിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. കാരണം അല്ലേ ഇങ്ങനെ വലിച്ച് നീട്ടി ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പോയി തൊഴുതു. ഞങ്ങളൊരു 8:30-9 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ തിരികെ പോകുന്നത്. അങ്ങനെ ഇതിങ്ങനെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാഗരാജാവിൻ്റെ അവിടെ തൊഴുതു. അവിടെ കെട്ടുമുറുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് അമ്മമാരും കുഞ്ഞു പിള്ളേരും ഒക്കെ ആയിട്ട് കുറേ പേര് കെട്ടുമുറുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ കണ്ടു നിന്നു. അപ്പോഴത്തേനും നമ്മുടെ ദീപം തെളിയിക്കേണ്ട സമയമായി. അപ്പം ഞാനും വിചാരിച്ചു അമ്മുക്കുട്ടനും അച്ചാച്ചനും അമ്മുക്കുട്ടനെയും കൊണ്ട് തെളിയിക്കാം. അപ്പം ഞാൻ അവിടുന്ന് കയ്യിൽ നിന്ന് കമ്പക്കം മേടിച്ചിട്ട് കുറച്ച് ദീപമൊക്കെ തെളിയിച്ചു. ഇതിന് മുന്നത്തെ പ്രാവശ്യം വന്നപ്പോഴും നമ്മൾ തെളിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ ഒരു സന്ധ്യ സമയമാകുമ്പം എല്ലാവർക്കും പറ്റുമോ, വരുന്ന എത്രയോ ഭക്തജനങ്ങൾക്ക് ചെയ്യാവോ അത്രയും പേർക്കും ചെയ്യാം. അതിനകത്ത് യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ അമ്മുക്കുട്ടൻ അതിനിടയ്ക്ക് കയ്യിൽ നിന്നൊക്കെ ഇറങ്ങി നടന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ പറയുന്ന കാര്യമല്ലെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ വാർത്തയിലും അതിലും പത്രത്തിലും ഒക്കെ വരുന്ന കാര്യമാണ്. കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുക, അല്ലെ ഉപദ്രവിക്കുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുക. നമുക്കത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നല്ലതായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൂടെ ഫ്രണ്ടേ നടന്നു പോകുക. ആളങ്ങനെ ഒരുപാട് ദൂരേക്കൊന്നും പോകത്തില്ല കേട്ടോ. നമ്മുടെ കൺവെട്ടത്ത് അങ്ങനെയേ ഉള്ളൂ. എന്നാൽ നമ്മൾ വിളിച്ചാൽ നമ്മുടെ അടുത്തേക്ക് തന്നെ തിരികെ ഓടി വരും. അപ്പോൾ അവൾ ഫ്രണ്ടേ നടക്കും, ഞാൻ നടക്കുന്നു. അങ്ങനെ ചുറ്റും വലം വെച്ച് വരണം. അങ്ങനെ വലം വെച്ച് തീരാനായിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. അത് ഞാൻ കുറച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കാണിക്കുന്നത്. അല്ല ഒരുപാട് ടൈം വലിച്ച് നീട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ തിരികെ വന്നു. അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളും നേർച്ചയൊക്കെ ഞങ്ങൾ അകത്ത് കയറിയില്ല കേട്ടോ. അതിനകത്ത് ശ്രീകോവിലിൻ്റെ അങ്ങോട്ട് കയറി തൊഴുതില്ല. കാരണം ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അമ്മുക്കുട്ടൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വീഡിയോസിലൊക്കെ കാണുമ്പോൾ അറിയില്ല, ആൾ ഇച്ചിരി പിരിപിരിപ്പാണ്. അപ്പോൾ അങ്ങനെ അടങ്ങിയിരുന്ന് തരത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ തിരക്കില്ലാത്തൊരു ദിവസം വന്ന് അകത്ത് കയറി തൊഴാമെന്ന് പറഞ്ഞു തിരികെ വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ 7:30 പൊന്നാന ദർശനം വെക്കുന്ന സ്ഥലം. അവിടെ ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ചു. അതിനുശേഷം നേരെ കുളത്തിൻ്റെ അങ്ങോട്ട് പോയി കേട്ടോ. എല്ലായിടത്തും ദീപം തെളിയിച്ച് വെച്ചിട്ടുണ്ട്. കുളത്തിൻ്റെ അവിടെ അധികം ആൾക്കാരൊന്നുമില്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് അമ്മുക്കുട്ടനെ ഒന്ന് കാണിച്ചു എന്നതാന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഇറക്കിയൊന്നുമില്ല. വെള്ളത്തിൻ്റെ അങ്ങോട്ട് ഇറക്കിയാൽ പിന്നെ ആൾ തിരികെ കയറി വരത്തില്ല. അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇറങ്ങി ശ്രീകൃഷ്ണൻ്റെ അവിടെ വന്നു. ശ്രീകൃഷ്ണൻ്റെ അവിടെ അകത്ത് കയറി വിഷ്വൽസ് ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ തൊഴാൻ പോയടുത്ത് പിന്നെ ഇതും കൂടി ആകുമ്പോൾ ആകെപ്പാടെ ഡിസ്റ്റർബൻസ് ആകും. അങ്ങനെ ഞങ്ങൾ വെളിയിൽ വന്നപ്പോഴത്തേനും എഴുന്നള്ളത്ത് വെളിയിൽ നമ്മൾ കയറുന്ന വാതിലിൻ്റെ അവിടേക്ക് വരുന്ന സമയം. അപ്പോൾ തീവെട്ടിയൊക്കെ കത്തിച്ചു. ആനപ്പുറത്ത് ഭഗവാൻ എഴുന്നള്ളി വന്നു. അപ്പം ഒത്തിരി നേരം പ്രാർത്ഥിക്കാൻ പറ്റി കേട്ടോ. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു വെളിഭാഗത്ത്. അതുകൊണ്ട് സമാധാനമായിട്ട് ഒരുപാട് നേരം പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെ ഭഗവാൻ നന്ദിയുടെ പുറത്തിരിക്കുന്ന ഒരു ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മുക്കുട്ടനെ കാണിച്ച് പറഞ്ഞൊക്കെ കൊടുക്കുകയാണ്. അപ്പം അനുഗ്രഹം ചോദിക്കാൻ പറഞ്ഞപ്പോൾ അവൾ ഓരോന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവളെല്ലാം വർത്താനമൊക്കെ പറഞ്ഞു തുടങ്ങി. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനായല്ലോ. അപ്പം അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും എല്ലാം എടുത്ത് ഞങ്ങൾ വെളിയിൽ വന്നപ്പം ഭഗവാൻ ആനപ്പുറത്ത് വന്നിരിക്കുന്ന സമയത്ത് അതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഇതിങ്ങനെ വേലകളി എന്നാണ് പറയുന്നത്. പുരുഷന്മാരാണ് ചെയ്യുന്നത്. അത്യാവശ്യം ചെറിയ കുട്ടികളും ഉണ്ട് കേട്ടോ. അങ്ങനെ ചെലങ്കയും വാളും പരിചയമൊക്കെ ആയിട്ടുള്ളൊരു കളിയാണത്. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഒരു 6:30-6:45 ആയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഇരുട്ട് വീഴാൻ താമസമായതുകൊണ്ട് തന്നെ ലൈറ്റിംഗ് ഒക്കെ ഓൺ ആക്കിയെങ്കിലും അതിൻ്റെ ആ ഒരു ഭംഗി നമുക്കറിയാൻ പറ്റത്തില്ല. നല്ലതായിട്ട് ഇരുട്ടായെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ. ഭഗവാൻ അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നേരമുണ്ട് കേട്ടോ. അപ്പോഴത്തേനും പരമ്പരാഗതമായിട്ടുള്ള ഒരു കളിയാണത്, വേലകളി. അപ്പം ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരം കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു. അപ്പം അച്ഛനും മോളും കൂടെ ഇങ്ങനെ ആലോചിക്കുക എന്ത് വാങ്ങണം. നിറയെ ചിന്തിക്കടയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ അമ്പലപ്പറമ്പിൽ മാത്രമല്ലേ പള്ളി പെരുന്നാളിലൊക്കെ പോകുമ്പോൾ മാത്രം കിട്ടുന്ന സ്നാക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വലിയൊരു കടയാണ് കേട്ടോ. അതിങ്ങനെ നമുക്ക് ആറാട്ട് മണ്ഡപത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന ആ റോഡിൽ ഫുൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കടകളാണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് അമ്മുക്കുട്ടൻ ഇതിൽ ഫിക്സ് ചെയ്തു.
അപ്പം ആൾ പറയുന്ന സാധനം മേടിച്ച് കൊടുത്തില്ല പിന്നെ സമ്മതിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇത് മതി എന്ന് ഇഷ്ടപ്പെട്ട് പറഞ്ഞപ്പോൾ അത് മേടിച്ച് കൈ കൊടുത്തു, അതും മേടിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഒരുപാട് പൂക്കളുടെ വെറൈറ്റി, പിന്നെ ഇങ്ങനത്തെ ചട്ടി, ഇങ്ങനെ ഇടികല്ല്, അങ്ങനത്തെ ഈ ഭരണികൾ എനിക്കിഷ്ടമാട്ടോ ഇങ്ങനത്തെ സാധനങ്ങൾ കാണാൻ. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ, പിന്നെ കൃഷ്ണ വിഗ്രഹം, ദേവി വിഗ്രഹം, അങ്ങനത്തെ കുറേ വിഗ്രഹങ്ങളുടെ ഒരു 2-3 സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറേ സ്ഥലത്ത്. പിന്നെ ഐസ്ക്രീം കട, ബജ്ജിക്കട, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ നടന്നു വരുമ്പോഴാണ് താലം പോണത്, അമ്പലത്തിലേക്കുള്ള താലമാണ്. അപ്പം അതും കുറച്ച് നേരമൊക്കെ നിന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ റൈഡുകൾ. ഇപ്പോൾ അത്യാവശ്യം ഇരുട്ടൊക്കെ വീണ് തുടങ്ങി. അപ്പോൾ മരത്തിലൊക്കെ ലൈറ്റ് ഇട്ടുണ്ട്. റൈഡ്സ് എല്ലാം ഓണായി വരുന്നതേ ഉള്ളൂ. ഇതിലൊന്നും നമുക്കൊട്ടും അങ്ങനെ കയറാനായില്ല. കാരണം കയറണമെന്ന് പറഞ്ഞ് ആൾ വഴക്ക് പിടിക്കും, പക്ഷെ കയറി കഴിഞ്ഞാൽ അതേ സ്പീഡിൽ ഇറങ്ങണമെന്നും പറഞ്ഞ് വഴക്ക് പിടിക്കും. അതുകൊണ്ട് ഞങ്ങളങ്ങനെ കയറിയൊന്നുമില്ല. അങ്ങനെ കുറച്ച് നേരം നിന്നു, കുറച്ച് ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിഞ്ഞു, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പെട്ടെന്ന് തിരികെ പോന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും.